എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മെയ് 20-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ മെയ് മാസത്തേതാണ് ഇന്ന് നമുക്ക് ലഭിക്കാനുള്ളത്. ഏപ്രിൽ മാസത്തേത് ഇലക്ഷന് മുന്നോടിയായിട്ട് LDF സർക്കാർ നേരത്തെ വിതരണം ചെയ്തിരുന്നു. മെയ് മാസം വിതരണം ചെയ്യേണ്ട പെൻഷന്റെ ഉത്തരവും LDF സർക്കാർ തന്നെ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ തുക അനുവദിച്ച് അത് വിതരണം ചെയ്യേണ്ട ബാധ്യത പുതിയ സർക്കാരിനാണ്. അതുകൊണ്ട് തന്നെ ആദ്യ പെൻഷൻ വിതരണം പതിവ് പോലെ തന്നെയാണ് ഉണ്ടാകുക. 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾ, അതായത് 50 ലക്ഷത്തിലധികം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന മറ്റ് 10 ലക്ഷത്തിലധികം ഗുണഭോക്താക്കളും ഉള്ള ഈ പെൻഷൻ വിതരണത്തിന്റെ നടപടികൾ ഈ മാസം 25 കൂടി ആരംഭിക്കും എന്നുള്ളതാണ് വിവരം. അപ്പോൾ ഒരു പെരുന്നാൾ സമ്മാനമൊക്കെയായിക്കൊണ്ട് പെൻഷൻ എത്തിച്ചേരും എന്നുള്ളതാണ് വിവരം. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആദ്യം പതിവ് പോലെ തുക എത്തും. 2000 രൂപ തന്നെയാണ് ഈ മാസത്തെ മെയ് മാസത്തെ പെൻഷൻ ലഭിക്കുക. അത് കഴിഞ്ഞ് കയ്യിലേക്കും പെൻഷൻ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ മാസത്തെ പെൻഷൻ ഉള്ളത്. അല്ലാതെ ഇതിൽ കൂടുതലൊന്നും ലഭിക്കുന്നില്ല. 3000 രൂപയുടെ വർധനവ് അത് 5 വർഷം കൊണ്ടാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. വാഗ്ദാനം അങ്ങനെയാണ്. ഘട്ടം ഘട്ടങ്ങളായിട്ടാണ് പെൻഷൻ വർദ്ധിപ്പിക്കുക, അല്ലാതെ 3000 ഒറ്റയടിക്ക് തരുന്നതല്ല രീതി. അത് LDF സർക്കാരും അങ്ങനെ തന്നെയാണ് ചെയ്തത്. 2500 പെൻഷൻ എത്തിക്കുമെന്ന് പറഞ്ഞ് 2000 രൂപ വരെയാണ് LDF സർക്കാരിന് എത്തിക്കാൻ കഴിഞ്ഞത്. അത് ഘട്ടം ഘട്ടങ്ങളായിട്ടല്ല കൂട്ടിയത്. പഞ്ചായത്ത് ഇലക്ഷന് തൊട്ട് മുമ്പായി കൊണ്ട് 400 രൂപ വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. അതിനു മുമ്പ് ഒരു വർധനവ് ഉണ്ടായിട്ടില്ല, കഴിഞ്ഞ 5 വർഷം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് 1600 നിന്നും 2000 എത്തിച്ചത്. അപ്പോൾ ഈ ഒരു സർക്കാരും ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും വർധനവ് ഉണ്ടാകുക. ബജറ്റുകളിൽ 100, 200 ഒക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് അടുത്ത 5 വർഷത്തിനുള്ളിൽ 3000 എത്തിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കും ക്ഷേമ പെൻഷന്റെ വർധനവ് ഉണ്ടാകുക. അല്ലാതെ തുടർന്ന് നിലവിൽ അല്ലാതെ അധികാരത്തിൽ വന്നത് ഉടൻ തന്നെ 3000 എത്തിക്കും എന്ന് സർക്കാർ പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഉറപ്പായിട്ടും 2000 രൂപ മുടങ്ങാതെ കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം വലിയ പ്രഖ്യാപനങ്ങളാണ് അധികാരം ഏറ്റ ഉടൻ തന്നെ VD സതീശൻ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. ആശാവർക്കർമാർക്ക് 3000 രൂപ അധികരിപ്പിച്ചതും പാചക തൊഴിലാളികൾക്കും അംഗനവാടി ജീവനക്കാർക്കും പ്രീ പ്രൈമറി അധ്യാപകർക്കെല്ലാം 1000 രൂപ കൂട്ടിയതൊക്കെ വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കാണുന്നത്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിട്ടുള്ള സ്ത്രീകൾക്ക്, കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര അടുത്ത മാസം 15 മുതലാണ് ആരംഭിക്കുക. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ആ ബസ് യാത്രന്റെ നടപടിക്രമങ്ങളെല്ലാം എന്ന് പിന്നീട് അറിയിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്ത മാസം 15 മുതൽ ആ ബസ് യാത്രയും ആരംഭിക്കുകയാണ്. അപ്പോൾ ക്ഷേമ പെൻഷൻ ഒന്നും മുടങ്ങി പോവുകയില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ വർധനവ് അങ്ങനെ താമസിച്ചാണ് ഉണ്ടാകുക. മറ്റൊന്ന്, 2 രേഖകളാണ് ഇപ്പോൾ നമ്മൾ സമർപ്പിക്കേണ്ടത്. വിധവാ പെൻഷൻ വാങ്ങുന്നവർ, അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ 2-3 മാസങ്ങളിൽ സമർപ്പിക്കാൻ പറഞ്ഞിരുന്നു. ആ സമയങ്ങളിലൊന്നും സമർപ്പിക്കാത്ത ആളുകൾക്കാണ് ഇപ്പോൾ അത് സമർപ്പിക്കേണ്ടത്. ജൂൺ 30-ാം തീയതി വരെ സമയമുണ്ട്. അതിനുള്ളിൽ അത് സമർപ്പിക്കണം എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇല്ല എങ്കിൽ പെൻഷൻ മുടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും. അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് 2019 ഡിസംബർ 31 മുമ്പ് പെൻഷൻ അനുവദിച്ച് അത് വാങ്ങി തുടങ്ങിയിട്ടുള്ള ആളുകൾ ഒറ്റത്തവണയും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ല എങ്കിലാണ് അത് സമർപ്പിക്കേണ്ടത്. അങ്ങനെയുള്ളവർ ജൂൺ 30 മുമ്പ് വരുമാന സർട്ടിഫിക്കറ്റും സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഈ മാസത്തെ പെൻഷൻ വിതരണം 25-ന് ശേഷം പ്രതീക്ഷിച്ചാൽ മതി. അത് ഉണ്ടാകും. അത് വലിയ താമസമില്ലാതെ നിങ്ങളുടെ കയ്യിലും ബാങ്കിലും എത്തിച്ചേരും. ബാങ്ക് അക്കൗണ്ട് ഉള്ളവരിൽ നിന്നും 436 രൂപ ഈ വരുന്ന 25 മുതൽ ജൂൺ 1 കട്ടാകുന്നതാണ്. പല ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും അത്തരമൊരു തുക കട്ടാകും. അങ്ങനെ ഒരു അറിയിപ്പ് നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടാകും. ഈ ഒരു തുക നിങ്ങളുടെ അക്കൗണ്ടിൽ സൂക്ഷിക്കണം, ഇല്ല എങ്കിൽ സൂക്ഷിക്കണം, ഉണ്ടെങ്കിൽ അത് കട്ടാകും എന്നൊക്കെ പറഞ്ഞുള്ള ഒരു SMS പല ആളുകൾക്കും വന്നിട്ടുണ്ടാകും. ഇല്ല എങ്കിൽ പോലും പദ്ധതിയിൽ അംഗമായിട്ടുള്ള ആളുകൾക്ക് ആ ഒരു തുക കട്ടാകുന്നതാണ്. പറഞ്ഞു വരുന്നത് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന പദ്ധതിയെക്കുറിച്ചാണ്. എല്ലാ ആളുകൾക്കും എടുക്കാവുന്ന, എല്ലാ ആളുകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും എടുക്കാവുന്ന ഒരു പദ്ധതിയാണ്. ഒരു വർഷത്തേക്ക് 436 രൂപയാണ് GST അടക്കം ചെലവ് വരുന്നത്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് എല്ലാ വർഷവും സ്വമേധയാ അക്കൗണ്ടിൽ നിന്നും പണം കട്ടാകുന്ന ഒരു രീതിയാണ് ഇത് തുടരുന്നത്. നമ്മൾ പ്രത്യേകിച്ച് പോയിട്ട് പണം അതിനായിട്ട് അടയ്ക്കേണ്ട ആവശ്യമില്ല. ബാങ്ക് അക്കൗണ്ടുള്ള എല്ലാ ആളുകൾക്കും അക്കൗണ്ട് മുഖാന്തരം ഇതിൽ ചേരാൻ കഴിയുന്നതാണ്. നിലവിൽ ഇതിന് 2 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് ആണുള്ളത്.
അപകടത്തിൽ മരണപ്പെടുകയാണ് എങ്കിലോ പൂർണ്ണമായിട്ടുള്ള അംഗവൈകല്യത്തിനോ ആണ് ഇതിന് സഹായം ലഭിക്കുക. 2 ലക്ഷം രൂപയുടെ സഹായമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഉള്ള നിരവധി പേർ ഇതിൽ അംഗങ്ങളാണ്. ഇല്ലാത്ത ആളുകൾ ഇതിൽ അംഗങ്ങളാവാൻ വേണ്ടി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ടൊന്ന് ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ ഇത് ഇപ്പോൾ പറയാൻ പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ അതിൻ്റെ ഒരു വാർഷിക പ്രീമിയം പിരിക്കേണ്ട സമയമായിട്ടുണ്ട്. അത് അക്കൗണ്ടിൽ നിന്നും കട്ടാവാൻ പോവുകയാണ്. മെയ് 25 മുതൽ ജൂൺ 1 ഈ 5-6 ദിവസത്തിനുള്ളിൽ ഈ ഒരു തുക 5-6 ദിവസത്തിനുള്ളിൽ തുക കട്ടാകുന്നതാണ്. പല ആളുകളും അക്കൗണ്ടിൽ നിന്നും ഈ ഒരു 500 രൂപയോളം നഷ്ടപ്പെടുമ്പോൾ എന്താണ് എന്നുള്ളൊരു എന്തുകൊണ്ടാണ് കട്ടായത് എന്ന് പല ആളുകളും ചിന്തിക്കും. അപ്പോൾ എല്ലാ ആളുകളും മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവൻ ജ്യോതി ബീമാ യോജനയുടെ പ്രീമിയം കട്ടാകുന്നത് മെയ് 25 മുതൽ ജൂൺ 1 മുമ്പാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് ഈ ഒരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് കട്ടാവുന്നതാണ്. ഇല്ല എങ്കിൽ അതിൽ ചേരാൻ കഴിയും. ചേർന്നാൽ ഇത്തരത്തിലുള്ള ഒരു സഹായം, അതായത് നമ്മുടെ പെട്ടെന്നുള്ള മരണം സംഭവിക്കുകയാണ് എങ്കിൽ കുടുംബത്തിന് 2 ലക്ഷം രൂപയുടെ സഹായം ലഭിക്കും. പൂർണ്ണമായിട്ടുള്ള അംഗവൈകല്യത്തിനും 2 ലക്ഷം രൂപയുടെ സഹായം ലഭിക്കും. ഇതാണ് ഈ ഒരു 436 രൂപക്ക് ലഭിക്കുന്ന ഇൻഷുറൻസ് പ്രീമിയം പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന പദ്ധതിയിലൂടെ ലഭിക്കുന്ന പ്രീമിയം. അപ്പോൾ ബാങ്ക് അക്കൗണ്ടുള്ള ആളുകൾ നിർബന്ധമായിട്ടും ഈ കാര്യം ശ്രദ്ധിക്കുക. സംസ്ഥാനത്ത് മെയ് മാസത്തെ റേഷൻ വിതരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 4 മുതൽ ആരംഭിച്ച മെയ് മാസത്തെ റേഷൻ വിതരണം ഇപ്പോഴും തുടരുന്നുണ്ട്. കഴിഞ്ഞ മാസം മെയ് മാസത്തെ റേഷൻ വാങ്ങാനുള്ള അവസരം ഉണ്ടായിരുന്നു. അത് വാങ്ങിയിട്ടുള്ളവർക്ക് ഈ മാസം ലഭിക്കില്ല. ബാക്കിയുള്ളവരെല്ലാം ഈ മാസം 30 മുമ്പ് 31 ഞായറാഴ്ചയാണ്, 30 മുമ്പ് പോയിട്ട് റേഷൻ കൈപ്പറ്റണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ്, റേഷൻ കാർഡുള്ള ആളുകൾക്ക് സപ്ലൈകോയിൽ നിന്നും ബക്രീദ് സ്പെഷ്യൽ കിറ്റ് വാങ്ങാവുന്നതാണ്. വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് സപ്ലൈകോ ഒരുക്കിയിട്ടുള്ള കിറ്റ് 1001 രൂപയുടെ സാധനങ്ങളാണ് 850 രൂപക്ക് വാങ്ങാൻ കഴിയുക. കിറ്റിൽ 3 കിലോ ബിരിയാണി അരി, 1 കിലോ പഞ്ചസാര, ശബരി വെളിച്ചെണ്ണ 1 ലിറ്റർ, ശബരി അപ്പപ്പൊടി 1 കിലോ, ശബരി ഗോൾഡൻ ടീ 250 ഗ്രാം, ശബരി മീറ്റ് മസാല 100 ഗ്രാം, ശബരി ഗരം മസാല 50 ഗ്രാം, ശബരി ചിക്കൻ മസാല 100 ഗ്രാം, ശബരി കുരുമുളക് പൊടി 100 ഗ്രാം, മസാലക്കൂട്ട് 50 ഗ്രാം എന്നിങ്ങനെ 10 സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള കിറ്റാണ് വാങ്ങാൻ കഴിയുക. 850 രൂപക്കാണ് ഇത് വാങ്ങാൻ കഴിയുക. എല്ലാ റേഷൻ കാർഡുള്ളവർക്കും സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ഈ സാധനങ്ങൾ കൂടി വാങ്ങാം. കടല, പയറ്, ഉഴുന്ന്, മല്ലി, മുളക്, വെളിച്ചെണ്ണ, തുവരപ്പരിപ്പ്, മട്ടരി, കുറുവരി, ജയ അരി, പച്ചരി, പഞ്ചസാര, വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള സബ്സിഡി ഇനങ്ങളും എല്ലാ റേഷൻ കാർഡുള്ളവർക്കും വാങ്ങാൻ കഴിയുന്നതാണ്. ഇതിന് പുറമെയാണ് ഇപ്പോൾ ഒരു പെരുന്നാളിനോടനുബന്ധിച്ച് ബക്രീദ് സ്പെഷ്യൽ കിറ്റ് ഒരുക്കിയിട്ടുള്ളത്. 18 ഇതിന്റെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. 26 വരെ ഈ ഒരു കിറ്റ് വാങ്ങാവുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.